ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരീസത്തിലേക്ക് സ്വാഗതം. ഞാനിടുന്ന വീഡിയോ ഒന്നും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. കുറേ പേര് എൻ്റെ അടുത്തൊരു ലെങ്തി വീഡിയോ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്നും സമയം ഇല്ലാത്തത് കൊണ്ട്, ഇതൊന്നും കാണാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എൻ്റെ ഈ ഒരു പീരീഡ് എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോൾ ഞാൻ ഡിപ്രഷൻ മോഡിലേക്ക് എത്തി. പൊതുവെ എനിക്ക് എല്ലാത്തിനെയും ഭയമായിരുന്നു. അത് ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. രാത്രിയായാലും ജനൽ തുറന്നിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ ഇരുട്ടിനെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ഒരാഴ്ചത്തേക്ക് ഞാൻ ഉറങ്ങാറേ ഇല്ല. പിന്നെ എൻ്റെ ഫാമിലിയിലും കൂടെ ഉള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറയും ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്, അയൺ ലേഡിയാണെന്നൊക്കെ. അതൊക്കെ എനിക്ക് കീപ്പ് ചെയ്യണ്ടേ? എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. ഒരു ദിവസം ഞാൻ മകളുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കൊച്ചുമോൾ മേരികൃഷ്ണ, ഞാൻ അവളെ ചന്തു എന്നാണ് വിളിക്കാറ്, അവളുടെ വീടിൻ്റെ ഹാളിൽ ഒറ്റയ്ക്കിരുന്ന് TV കാണുന്നു. അതും വാതിൽ തുറന്നിട്ട്. 7 മണിയായി കാണും രാത്രി. ഞാൻ അവളോട് ചോദിച്ചു, മോൾക്ക് പേടിയില്ലേന്ന്. എനിക്ക് അവൾ തന്ന ആൻസർ എന്നെ ശരിക്കും ഞെട്ടിച്ചു കേട്ടോ. എന്തിനാണ് അമ്മേ നമ്മൾ പേടിക്കുന്നത്? നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും എന്തിനേയും നമ്മൾ പേടിക്കേണ്ടി വരില്ലേ? അമ്മയുടെ കൂടെ ഗുരുവായൂരപ്പനില്ലേ? പിന്നെന്തിനാ അമ്മി പേടിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. അവൾ എന്നെ അമ്മി എന്നാണ് വിളിക്കുക. എൻ്റെ തല നല്ലോണം നരച്ചിട്ടില്ലാത്തതുകൊണ്ടാവാം അമ്മമ്മ എന്നവൾ വിളിക്കാറില്ല. സത്യത്തിൽ അത് എൻ്റെ ആദ്യത്തെ അതിജീവനമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നിരുന്നു. എങ്കിലും എൻ്റെ കൊച്ചുമോൾ എന്നെ നല്ല ഒരു ചിന്ത വളർത്താൻ എന്നെ സഹായിച്ചു. അവൾ എന്നെ ഡാൻസ് പഠിപ്പിച്ചു. ഓൺലൈൻ ക്ലാസ് വരെ ഇടയ്ക്ക് തരാറുണ്ട്. എന്തോ അവൾക്ക് തോന്നുന്നുണ്ട് എനിക്കെന്തോ ഒരു മാനസിക വിഷമമുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടാണോ എന്നെനിക്കറിയില്ല. ഒന്നിച്ച് കുറേ ഞങ്ങൾ റീൽസ് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഹാപ്പിയായി തുടങ്ങിയെന്ന്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. എന്തോ ഒരു ഡിവൈൻ പവർ എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റാരും കൂടെയില്ല എന്ന ചിന്ത ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടാവാം എനിക്ക് പ്രിയപ്പെട്ടവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ 2 പെൺകുട്ടികളും എൻ്റെ സ്ട്രെങ്ത്താണ്. പലപ്പോഴും ഞങ്ങൾ നല്ല ഫൈറ്റിങ്ങിലാവാറുണ്ട്. എങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. എൻ്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു കൃഷ്ണൻ്റെ രാധയുടെ കോസ്റ്റ്യൂം ധരിച്ച് ഒരു ഫോട്ടോ എടുക്കുക എന്ന്. ഇനി അത് സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം നല്ല തടി, കണ്ണിന് ചുറ്റും കറുപ്പ്, നിരാശ വീണ്ടും എന്നിൽ കടന്നുകൂടി. അങ്ങനെയുള്ള ഒരു ടൈമിൽ എൻ്റെ ചെറിയ മകൾ എന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ നിർബന്ധിച്ചു. പണ്ട് ഞാൻ ഒരു ഡാൻസ് കളിച്ചിട്ടായിരുന്നു എക്സസൈസ് ചെയ്യാറ്. അത് അവൾക്കറിയായിരുന്നു. ഇന്ന് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ നിർബന്ധപ്രകാരം ഞാൻ ക്ലാസ്സിൽ ചേർന്നു. അതും എന്നെ ഹാപ്പിയാക്കി.